നമസ്കാരം എൻ്റെ എല്ലാ CBSE കേരളത്തിലുള്ള എല്ലാ കുട്ടികൾക്കും. നമ്മൾ നന്നായിട്ട് CBSE പോർഷൻസ് ഒരു ടെൻഷൻ വേണ്ട. കാരണം ഡിലീറ്റഡ് പോർഷൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലതുപോലെ നമുക്ക് സമയമുണ്ട്, നല്ല അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. അന്നേരം ഞാൻ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് കുറച്ച് വീഡിയോസ് കഴിഞ്ഞു ഓൾറെഡി. കഴിഞ്ഞ ദിവസം ഓംസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് പറഞ്ഞു. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഫിസിക്സ് പഠിക്കാം, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ പഠിച്ച് തീരും. അതുപോലെ നമ്മൾ പഠിപ്പിക്കും. നിങ്ങൾ അതുപോലെ നിൽക്കുക. അന്നേരം ആദ്യം ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആരെങ്കിലും ഇപ്പം ഇത് കാണുന്നവർ, ഇത് യൂട്യൂബിലൂടെയാണ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ബെല്ലൈക്കൺ മണി അടിച്ച് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് കാണുക. ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫുൾ മാർക്ക്, ഒറ്റ മാർക്ക് പോകത്തില്ലെന്ന് ഗ്യാരണ്ടി. നന്നായിട്ട് പഠിക്കണം, എത്രയും നന്നായിട്ട് പഠിപ്പിച്ചാൽ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതായത് നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ചത് ഇത് ഓംസ് ലോ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇന്ന് നമ്മൾ ഓംസ് ലോയുടെ ബാക്കിയായിട്ട് ഇരിക്കുന്ന കുറേ ടോപ്പിക്കുകളുണ്ട്, കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്. അതായത് നമുക്ക് അതിനകത്ത് ആദ്യം പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിയാണ്. ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ? അതൊക്കെയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അതെ, ഏതൊക്കെ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നു, റെസിസ്റ്റിവിറ്റി എന്താണെന്ന് പഠിക്കുന്നു, അതിനുള്ള ഇക്വേഷൻ പഠിക്കുന്നു, അതിനുള്ള യൂണിറ്റ് പഠിക്കുന്നു, അതിന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ പഠിക്കുന്നു. ഒരു ടോപ്പിക്ക് നല്ല രസമായിട്ട് നമുക്ക് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അത് നമുക്ക് ക്ലാസ്സിലിട്ട് കയറാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യം ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അതായത് ഓംസ് ലോ ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഓംസ് ലോയ്ക്കകത്ത് R=V/I ഈ ഇക്വേഷൻ നിങ്ങൾ മനസ്സിൽ നല്ലപോലെ ഉറപ്പിച്ച് വെച്ചേക്കുക. R=V/I യിൽ V എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ്, I എന്ന് പറയുന്നത് കറണ്ട് ആണ്, R എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെ പറയുന്ന പേരാണ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. എന്താണ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ? ഈ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഏതൊക്കെ ഘടകങ്ങളാണ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഞാനിപ്പോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു റെസിസ്റ്റൻസ് വയറാണ്. സാധാരണ വയറല്ല, റെസിസ്റ്റൻസ് വയർ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. നണ്ടി കാണുന്നതാണ് റെസിസ്റ്റൻസ് വയർ. ഓക്കെ, ഈ റെസിസ്റ്റൻസ് വയറിനുള്ള പ്രത്യേകത, ഇത് നിക്രോം എന്ന് പറയുന്നത്, നിങ്ങൾ ആ പേരൊക്കെ നന്നായിട്ട് കേട്ടിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ റെസിസ്റ്റൻസ് വയർ കാണുന്നവർ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കാം, ചിലപ്പോൾ കണ്ടു കാണുമായിരിക്കാം. നിക്രോം എന്ന് പറയുന്ന റെസിസ്റ്റൻസ് വയർ ഞാനൊക്കെ ഓഫ്ലൈൻ ക്ലാസ്സിലേക്കുമ്പോൾ ഇതൊക്കെ പ്രാക്ടിക്കലൂടെ ഒക്കെ ചെയ്ത് കാണിക്കും. ഓംസിലൊക്കെ 10ാം ക്ലാസ് CBSE ആണെങ്കിൽ പോയി എല്ലാം ലൈറ്റിന്റെ എല്ലാം ചെയ്ത് കാണിക്കുകയോടെ ചെയ്യും. ഓഫ്ലൈൻ തുടങ്ങാൻ നേരം ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഉറപ്പായിട്ടും ചെയ്ത് കാണിക്കും. ഓൺലൈനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ഇതാണ് റെസിസ്റ്റൻസ് വയർ. ഏതിന്റെ റെസിസ്റ്റൻസ് വയർ ആണ്? നിക്രോമിന്റെ റെസിസ്റ്റൻസ് വയർ. ഈ റെസിസ്റ്റൻസ് വയർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഇതിന്റെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക. ഫസ്റ്റ് വൺ, ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. എന്താണ് ഈ റെസിസ്റ്റൻസിന്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന റെസിസ്റ്റൻസ്? വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ? റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ ഒരു ഫാക്ടർ ലെങ്ത് ആണ്. ഇതിന്റെ ലെങ്ത് ആണ് ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിനെക്കാട്ടി ലെങ്ത് കൂടിയ റെസിസ്റ്റൻസിന് വ്യത്യാസം വരും, ലെങ്ത് കുറഞ്ഞാലും വ്യത്യാസം വരും. അന്നേരം ഒരു ഫാക്ടർ ഇപ്പം തന്നെ എന്റെ കൂട്ടത്തിൽ പഠിച്ചു, റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. ക്ലിയർ? രണ്ട്, ഏരിയ ക്രോസ് സെക്ഷൻ. നിങ്ങൾ നോക്കി, ഇതിന്റെ ഏരിയ കണ്ട് ഇത്രയൊക്കെ ഉള്ളൂ. ഏരിയ ഇത്രയും വണ്ണവും ഇതൊക്കെ ഉള്ളൂ. ഏരിയ കൂടിയാലും കുറഞ്ഞാലും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. അന്നേരം മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? ഏരിയ ക്രോസ് സെക്ഷൻ. അന്നേരം ആദ്യം ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, രണ്ട് ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ, മൂന്ന് നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ പ്രോപ്പർട്ടി, നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന നിക്രോം അല്ലേ, ഈ നിക്രോം അല്ലാതെ ഒരുപാട് ടൈപ്പ് റെസിസ്റ്റൻസ് ഉണ്ട്. അതിന്റെ എല്ലാ റെസിസ്റ്റൻസ് സെയിം ആയിരിക്കും? ഒരിക്കലും അല്ല. അന്നേരം ഓരോ മെറ്റീരിയലിനും ഓരോ റെസിസ്റ്റൻസ് വാല്യൂ ആയിരിക്കും. അന്നേരം നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയലിന്റെ സ്വഭാവത്തെ ഡിപ്പെൻഡ് ചെയ്യും. അല്ലേ? നമുക്കെല്ലാം
എല്ലാവർക്കും ഒരേ സ്വഭാവമായിരിക്കും. എന്നാൽ പിന്നെ എന്താ അടിപൊളിയായിരിക്കും. 10 പേരുണ്ടെങ്കിൽ 10 പേർക്കും 10 സ്വഭാവമായിരിക്കും. അന്നേരം റെസിസ്റ്റൻസ് വരുന്ന 10 റെസിസ്റ്റൻസ് വരുവാണെങ്കിൽ 10നും 10 സ്വഭാവമായിരിക്കും, 10 റെസിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ. അന്നേരം മൂന്നാമത്തത് നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ, 4 ടെമ്പറേച്ചർ. അതെന്താ എടുത്തു പറഞ്ഞേ? കാരണം നമ്മൾ ഓംസ് ലോ പഠിച്ചിട്ടുണ്ട്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയാൽ മാത്രമേ റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്താൽ റെസിസ്റ്റൻസും ചേഞ്ച് ചെയ്യും. അന്നേരം ടെമ്പറേച്ചർ ഒരു ഫാക്ടറാണ്. അന്നേരം പെട്ടെന്ന് നിങ്ങൾ എന്റെ കൂട്ടത്തിൽ പറഞ്ഞു, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ? ഫസ്റ്റ് 1 length of the conductor, 2 area cross section of the conductor, 3 nature of the material, 4 temperature. നിങ്ങൾ എന്റെ കൂട്ടത്തിൽ പതുക്കെ എഴുതിയെടുക്കാനുള്ളതേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ട്. ഓക്കെ. 4 ഫാക്ടേഴ്സ്. ഇത് വെച്ച് നമുക്ക് റെസിസ്റ്റിവിറ്റി എന്ന് പറയാം. ഞാൻ ആദ്യം ഫാക്ടേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റെസിസ്റ്റിവിറ്റി എന്താണെന്നുള്ളതാണ്. റെസിസ്റ്റിവിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഒക്കെ ഉണ്ട്, അതൊക്കെ ഒരു ട്വിസ്റ്റ് ആയിട്ട് കേട്ടോ, നമുക്ക് പതുക്കെ ചെയ്തു തരാം. അന്നേരം റെസിസ്റ്റൻസ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ R. ഈ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സിൽ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ 2 ഫാക്ടേഴ്സ് ആണ് മെയിൻ ആയിട്ട് എഴുതുന്നത്. ടെമ്പറേച്ചറും നേച്ചർ ഓഫ് ദി മെറ്റീരിയലും എഴുതത്തില്ല. എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് 2 ഫാക്ടേഴ്സ് എഴുതുന്നത്? 1 ലെങ്തും 2 ഏരിയ ക്രോസ് സെക്ഷനും. അത് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ ഇക്വേഷൻ ഫ്രെയിം ചെയ്യാൻ നേരം ഈ 4 ഫാക്ടേഴ്സിൽ 2 ഫാക്ടേഴ്സ് എടുക്കത്തുള്ളൂ. 1 ലെങ്തും 2 ഏരിയ ക്രോസ് സെക്ഷനും. റെസിസ്റ്റൻസ് എപ്പോഴും ലെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ഏരിയക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്മൾ നോക്കിയേ എങ്ങനെ എഴുതുന്നതെന്ന്. റെസിസ്റ്റൻസ് R അല്ലേ? ശ്രദ്ധിച്ചോ, കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ 5ാം ക്ലാസ് പിള്ളേരെ പഠിപ്പിക്കുന്നവർ പഠിപ്പിച്ചുതരാം. R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇങ്ങനെ എഴുതുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് L സ്മോൾ. ഇത് ക്യാപിറ്റലിൽ നിന്ന് എഴുതിയൊന്നും കുഴപ്പമൊന്നുമില്ല, ഞാൻ സ്മോളിൽ എഴുതിയിരിക്കുന്നു. ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇനി അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് ഞാൻ എഴുതി. ഇനി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ സൈൻ ഇതാണ്, ഇൻവേഴ്സ് ആയതുകൊണ്ട് 1/. ഏരിയ ക്രോസ് സെക്ഷൻ ഞാൻ ക്യാപിറ്റൽ A എന്ന് എഴുതി, അത് സ്മോൾ എന്ന് എഴുതാം, ഞാൻ ക്യാപിറ്റൽ എന്ന് എഴുതിയുള്ളൂ. അത് ഇക്വേഷൻ നമ്പർ 2. R is proportional to L, R is proportional to 1/A. അത്രയും ക്ലിയർ ആയല്ലോ. 1 ഉം 2 നിങ്ങൾ നോക്കിയേ, ഒരു സൈഡ് സെയിം ആണ് R. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് എഴുതിയാൽ ഇതിനെ അങ്ങ് ഒരുമിച്ച് എഴുതാം. എന്ത് രസമായിരിക്കും. R is proportional to 2 ഇക്വേഷൻ ഒരു സൈഡ് സെയിം ആയതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് എഴുതി R is proportional to. ഇവിടെ ഒരുമിച്ച് എഴുതുവാണെങ്കിൽ L into 1/A. കണ്ടോ, ഇത് തമ്മിൽ ഒരുമിച്ച് എഴുതി. R is proportional to L into 1 എന്ന് പറഞ്ഞാൽ L ആണ് by A. ക്ലിയർ? ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കണം. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കണം. നോക്കിയേ, ഇപ്പം A is proportional to B. A is proportional to B. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെന്നുണ്ടെങ്കിൽ A is equal to K into B. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈക്വൽ എഴുതി ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിച്ചു. ഇനി വേറെ എക്സാമ്പിൾ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ. C is proportional to D. എങ്ങനെ എഴുതും നിങ്ങൾ? പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈക്വൽ സൈൻ കൊടുത്ത് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തുമായിരിക്കും നോക്കൂ, R is proportional to L/A. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈക്വൽ സൈൻ കൊടുത്തു ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിച്ചു റോ. ഭയങ്കര പേര് തന്നെയാണല്ലോ റോ. റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഡിനോട്ട് ചെയ്യും, റെസിസ്റ്റിവിറ്റി ഡിനോട്ട് ചെയ്യും. റോ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് പറയുന്ന പേര് റെസിസ്റ്റിവിറ്റി എന്നാണ്. റെസിസ്റ്റിവിറ്റി റോ ഇൻറ്റു L/A. ഇത് വളരെ ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. ഇക്വേഷൻ നമ്പർ 3 എന്നൊക്കെ നമ്മൾ എടുത്തു. അന്നേരം ഇനി റെസിസ്റ്റിവിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോ. നിങ്ങൾ ROW ഇങ്ങനെ വായിക്കുന്ന റോ. ക്ലിയർ? R is equal to rho into L/A. അന്നേരം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് റെസിസ്റ്റിവിറ്റി എന്നാണ്. അന്നേരം റോ ഈ ഇക്വേഷനിൽ നിന്ന് ഞാൻ ഒന്നുകൂടെ എഴുതുകയാണ്. R is equal to rho into L/A. അതിൽ നിന്ന് റോ is equal to എങ്ങനെ എഴുതാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ R into A by L.
അല്ലേ? റോ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു എ ബൈ എൽ. ക്ലിയർ ആണോ? ഇനി എപ്പോഴായിരിക്കും നമുക്ക് റോ ഈസ് ഈക്വൽ ടു ആർ, റോ ഈസ് ഈക്വൽ ടു ആർ എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം 0 ആയാൽ പറ്റൂ? ഇല്ല, ഇത് 1 ആയിരിക്കണം, ഇത് 1 ആയിരിക്കണം. നിങ്ങൾ നോക്കി, റോ ഈസ് ഈക്വൽ ആർ ഇൻറ്റു 1/1 എന്ന് പറഞ്ഞാൽ റോ ഈസ് ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ക്രോസ് സെക്ഷൻ. എ എന്ന് പറയുന്നത് 1, ഏരിയ എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്റർ ആയിരിക്കണം, സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഏരിയ 1 മീറ്റർ സ്ക്വയറും L 1 മീറ്ററും ആണെങ്കിൽ റോ ഈസ് ഈക്വൽ ടു ആർ ആണ്. അങ്ങനെ ആണെങ്കിൽ റെസിസ്റ്റിവിറ്റിയെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ശ്രദ്ധിച്ചേക്കണം. റെസിസ്റ്റിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ. Resistivity is defined as the resistance of a conductor of unit length. Of unit length എന്ന് പറഞ്ഞാൽ അറിയോ? യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്, കാരണം 1 മീറ്റർ L is 1 മീറ്റർ. ആൻഡ് യൂണിറ്റ് ഏരിയ ക്രോസ് സെക്ഷൻ A എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ. അന്നേരം യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. ഇനി ഒന്നുകൂടെ 2 വട്ടം ഞാൻ അതിന്റെ ഡെഫിനേഷൻ പറയാം, അതിനോടൊപ്പം നിങ്ങൾ പറഞ്ഞ് ഇപ്പൊ പഠിക്കണം. അന്നേരം resistivity is defined as the resistance of a conductor of unit length and unit area of cross section. ഇതാണ് റെസിസ്റ്റിവിറ്റിക്കുള്ള ഡെഫിനിഷൻ. ക്ലിയർ? മറക്കുകയരുത്, വളരെ 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 ഇമ്പോർട്ടൻറ്റ്. ഇനി റെസിസ്റ്റിവിറ്റിക്ക് ചില ടെക്സ്റ്റിനകത്തൊക്കെ ഇങ്ങനൊരു പേരോട് പറയും, റെസിസ്റ്റിവിറ്റി. സാർ ഈ പേര് പറഞ്ഞില്ലല്ലോ, ഇങ്ങനെ പറയുന്നത് സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയും. സ്പെസിഫിക് റെസിസ്റ്റൻസ് എപ്പോഴും നിങ്ങൾ പഠിക്കേണ്ട, ഓർത്തിരിക്കേണ്ടത് എന്താണെന്നറിയോ? ഇതെല്ലാം റെസിസ്റ്റൻസ്, ഇതെല്ലാം നമുക്ക് +2 ആവശ്യമാണ്. +2 നമുക്ക് ഇതെല്ലാം നമുക്ക് ഇതിനെല്ലാം ആവശ്യം. റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഓക്കെ, അന്നേരം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. ഇക്വേഷൻ ഒക്കെ നല്ല വൃത്തിയായിട്ട് എഴുതി പഠിക്കുക. അന്നേരം മെയിൻ ഇക്വേഷൻ, റോയ്ക്കുള്ള മെയിൻ ഇക്വേഷൻ എല്ലാം ബോക്സിനകത്ത് എഴുതുക. യൂണിറ്റ് എല്ലാം ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഞാൻ നോട്ടൊക്കെ തരുമ്പോൾ അങ്ങനെയാണ് തരുന്നത്. എല്ലാ മെയിൻ ഇക്വേഷൻ എല്ലാം ബോക്സിനകത്ത് എഴുതുക. ഈ ബോക്സിനകത്ത് എഴുതുന്നത് അറിയോ? പടപടാന്ന് മാറി നമുക്ക് കിട്ടും. കറക്റ്റ് ആണെങ്കിൽ, തെറ്റാണെങ്കിൽ അവിടെ പെട്ടെന്ന് തെറ്റും. പെട്ടെന്ന് നോക്കി ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ ഈ ബോക്സിനകത്ത് എഴുതും. ബോക്സ് ഒക്കെ നല്ല വൃത്തിയായിട്ട് വരയ്ക്കണം. ചുമ്മാതെ അരിത്തൂരത്ത് അടിച്ചാൽ ബോക്സ് ഒക്കെ വരയ്ക്കണം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ വരയ്ക്കും. അതുകൊണ്ട് ഇങ്ങനെ ബോക്സ് വരയ്ക്കണം എന്ന് പറയുമ്പോൾ ചിലർ അതിനെ അങ്ങ് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യും. ഇങ്ങനൊന്നും ബോക്സ് വരയ്ക്കാൻ പാടില്ല. അവർ വീട്ടിൽ ദൂരെ അറിയും കേട്ടോ, അധ്യാപകർ തകർത്ത് കളയും. അന്നേരം എന്താണ് ഇക്വേഷൻ മനസ്സിലായല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ് എന്നുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് പഠിക്കാം. അന്നേരം ഇത്രയും ക്ലിയർ, നല്ല പോലെ 1 2 ഒന്ന് കേട്ടോട് നോക്കാം. ഓക്കെ ഓക്കെ നമ്മള് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് വിച്ച് ഡിപെൻഡ്സ് അപ്പോൺ ദി റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ, റെസിസ്റ്റിവിറ്റിയുടെ ഡെഫിനിഷൻ ആൻഡ് ഇക്വേഷൻ ക്ലിയർ ആയി. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി. അന്നേരം ഞാൻ ആദ്യം റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എഴുതാൻ പോവാം. റെസിസ്റ്റിവിറ്റി ഡിനോമിനേറ്റർ ലെറ്റർ ഏതായിരുന്നു? റോ ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ എല്ലാം നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പഠിക്കണേ, RA/L. ഇപ്പൊ ഞാൻ ഡിറൈവ് ചെയ്ത് കാണിച്ചതാണ്. റോ ഈസ് ഈക്വൽ ടു RA/L. ക്ലിയർ ആയല്ലോ. അതിൽ R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്, A എന്ന് പറയുന്നത് ഏരിയ ആണ്, L എന്ന് പറയുന്നത് ലെങ്ത് ആണ്. ഞാൻ യൂണിറ്റ് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കിയോ, സിമ്പിൾ ആയിട്ട് R ഈസ് ഈക്വൽ ടു. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഓം ആണ്. കാരണം ഓംസിലോ കണ്ടുപിടിച്ചത് ജോർജ് സൈമൺ ഓം ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിലാണ് യൂണിറ്റും പറയപ്പെടുന്നത്. ഡിനോട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെ ഓ. ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്തിന്റെ മീറ്റർ ആണ്, ബ്രെഡ്ത്തിന്റെ മീറ്റർ ആണ്. മീറ്റർ ഇൻറ്റു മീറ്റർ എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ, ഏരിയയുടെ മീറ്റർ സ്ക്വയർ ബൈ ലെങ്തിന്റെ മീറ്റർ. ഇവിടുത്തെ ഒരു മീറ്ററും ഇവിടുത്തെ ഒരു മീറ്ററും കിട്ടി. അന്നേരം നിങ്ങൾ ശ്രദ്ധിച്ച ബാക്കി എന്ത് വരും? റോ ഈസ് ഈക്വൽ ടു ഓം, ഒരു ഹൈഫൺ കൊടുക്കാം,
ഇവിടെ ഒരു മീറ്റർ, ഇവിടുത്തെ ഒരു മീറ്ററും ഇവിടുത്തെ ഒരു മീറ്ററുമായി ഇവിടെ ഒരു മീറ്റർ മാത്രം അവശേഷിക്കും. സ്റ്റാൻഡേർഡ് യൂണിറ്റ് SI സിസ്റ്റത്തിനകത്ത് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓം മീറ്റർ എഴുതണം. അവിടെയും ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. അവിടെയും CGS സിസ്റ്റത്തിനകത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ വ്യത്യാസം, ഓമിന് വ്യത്യാസമില്ല. ഓം സെന്റിമീറ്റർ. അന്നേരം വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി? കണ്ണും കൂട്ടി പറയണം, ഓം മീറ്റർ. വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്? ഓം. ഏത് ഉറക്കത്തിൽ വിളിച്ചോളാം പെട്ടെന്ന് പറയണം. വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്? ഓം. വാട്ട് ഈസ് യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി? ഓം മീറ്റർ. വാട്ട് ഈസ് CGS സിസ്റ്റത്തിൽ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് വെച്ചാൽ ഓം സെന്റിമീറ്റർ. കാരണം CGS സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നീട് +1 പഠിക്കുന്നതാണ്. സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് എന്നൊക്കെ ഉള്ള അത്രയും കാര്യങ്ങൾ ഉറപ്പായി. എന്നിട്ട് നമ്മൾ ആ ഒരു ഓംസിനെ അങ്ങ് അരച്ച് കലക്കി റെസിസ്റ്റിവിറ്റി അതിന്റെ യൂണിറ്റും എല്ലാം പഠിച്ചു. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ കൂടെ പഠിച്ചിട്ട് നമുക്ക് നിർത്താം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ. ഈ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ അപ്പാരറ്റസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ, ഇപ്പം അമ്മീറ്ററും വോൾട്ട് മീറ്ററും തമ്മിൽ കണക്ട് ചെയ്യാൻ, വോൾട്ട് മീറ്ററും ബാറ്ററിയും തമ്മിൽ കണക്ട് ചെയ്യാൻ കണക്റ്റിംഗ് വയർ ആണ് ഉപയോഗിക്കുന്നത്. ഒരിക്കലും റെസിസ്റ്റിംഗ് നമ്മളിപ്പോൾ കാണിച്ച നിക്രോമിന്റെ റെസിസ്റ്റൻസ് വയർ അല്ല അവിടെ ഉപയോഗിക്കുന്ന കണക്റ്റിംഗ് വയറാണ്. ആ കണക്റ്റിംഗ് വയർ നിർമ്മിച്ചിരിക്കുന്നത് കോപ്പറും അലൂമിനിയം കൊണ്ടാണ്. കൂടുതൽ കോപ്പറും അലൂമിനിയം. പ്രാക്ടിക്കലൊക്കെ ക്വസ്റ്റ്യനൊക്കെ കോപ്പറിന്റെ വയറാണ്. എന്തുകൊണ്ടാണ്, എന്തൊക്കെ പ്രത്യേകതയാണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് കോപ്പറും അലൂമിനിയം കൊണ്ട് കണക്റ്റിംഗ് വയർ നിർമ്മിക്കാനുള്ള കാരണം എന്താണ്? ദി കണക്റ്റിംഗ് വയേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് കോപ്പർ ആൻഡ് അലൂമിനിയം വൈ. എന്താണ് കാരണം? അതിന് നല്ല വൈബ്. ഒരു അപ്പാരറ്റസിന് മറ്റൊരു അപ്പാരറ്റസിന് കണക്റ്റിംഗ് വയർ കണക്ട് ചെയ്യണമെങ്കിൽ നല്ലപോലെ ഇലക്ട്രിസിറ്റി അതിനകത്തോട് ഫ്ലോ ചെയ്യണം. എന്ന് പറഞ്ഞാൽ അതിന്റെ കണ്ടക്ടിവിറ്റി വളരെ കൂടുതലാണ്. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കറണ്ട് ഒഴുകുന്നത് നല്ലപോലെ കൂടുതലാണ്. കണ്ടക്ടിവിറ്റിയുടെ റെസിപ്രോക്കലാണ് നമ്മൾ ഈ പഠിച്ച റെസിസ്റ്റിവിറ്റി. കണ്ടക്ടിവിറ്റി ഏറ്റവും കൂടുതലുണ്ടെങ്കിൽ റെസിസ്റ്റിവിറ്റി ഏറ്റവും കുറവാണ്. നിങ്ങൾ രണ്ട് പോയിന്റ് എഴുതിയാൽ മതി. ദി കണ്ടക്ടിവിറ്റി ഓഫ് കോപ്പർ ആൻഡ് അലൂമിനിയം ഈസ് വെരി ഹൈ ബട്ട് ദി റെസിസ്റ്റിവിറ്റി ഈസ് വെരി ലോ. ഈ 2 പോയിന്റ് എഴുതിയ 2 മാർക്ക് കിട്ടും. ഓർക്കുക, 2 മാർക്ക്. എന്തെഴുതാ? കണ്ടക്ടിവിറ്റി, അതായത് നന്നായിട്ട് കറണ്ട് ഫ്ലോയിങ് ആണ് കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി ഓഫ് കോപ്പർ ആൻഡ് അലൂമിനിയം ഈസ് വെരി ഹൈ, വളരെ കൂടുതലാണ്. പക്ഷേ ആ കണ്ടക്ടിവിറ്റിയുടെ റെസിപ്രോക്കൽ റെസിസ്റ്റിവിറ്റി വളരെ കുറവാണ്. അന്നേരം ബട്ട് റെസിസ്റ്റിവിറ്റി ഈസ് വെരി ഹൈ. ഈ 2 കണ്ടക്ടിവിറ്റി ഈസ് വെരി ഹൈ, റെസിസ്റ്റിവിറ്റി ഈസ് വെരി ലോ. ഈ 2 റീസൺ ടിക് ടിക് 2 ടിക് 2 മാർക്ക്. ഓക്കെ, ഇത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. നമുക്ക് അടുത്ത ദിവസം കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും അടുത്ത ടോപ്പിക്കിലൂടെ. ഇത് നിങ്ങളെ ബോറടിപ്പിക്കാന്നുള്ളൊരു ക്ലാസ്സാണ്. ഈസി ആയിട്ട് ക്ലാസ് തരുന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നല്ലതുപോലെ പഠിച്ചു പോകണം. അന്നേരം നമുക്ക് ഒറ്റ ക്ലാസ് മിസ്സാക്കാതെ എല്ലാം കാണുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടിപൊളിയായിട്ട് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. ബൈ ബൈ, സി യു. ഓക്കെ, വാ.